بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. ഒരു മാസക്കാലം നീണ്ടുനിന്ന നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മീയ വിശുദ്ധി കൈവരിച്ച അള്ളാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങൾക്കേവർക്കും 1000 ഈദുൽ ഫിത്തറിൻ്റെ വ്രത വിരാമ പെരുന്നാളിൻ്റെ 1000 ഈദ് ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്ന വ മിൻകും. മുസ്ലിം ലോകം ആഗോളാടിസ്ഥാനത്തിൽ 2 ആഘോഷങ്ങൾ വർഷം തോറും നടത്തി വരാറുണ്ട്. അള്ളാഹുവും റസൂലും അവൻ്റെ ദീനിൽ നിയമമാക്കിയിട്ടുള്ളതാണ് ഈ 2 ആഘോഷങ്ങളും. രണ്ടും ത്യാഗപൂർണമായ ഇബാദത്തുകളുടെ പരിസമാപ്തിയും കുറിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒന്ന് 1 മാസം നീണ്ടു നിൽക്കുന്ന റമളാനിൻ്റെയും നോമ്പിൻ്റെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വരുന്നു. മറ്റൊന്ന് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഹജ്ജിൻ്റെ തീർത്ഥാടന കർമ്മങ്ങളുടെ പരിസമാപ്തിയും കുറിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഈ 2 ആഘോഷങ്ങളിലും ആത്മീയതയും ഭൗതികതയും സമഞ്ജസമായി സമന്വയിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളുടെ പ്രത്യേകത. ഈദ് എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ അടിസ്ഥാനപരമായി അതിന് 2 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് ആഘോഷം, മറ്റൊന്ന് മടക്കം. ആലമുൽ അർവാഹാകുന്ന ആത്മീയ ലോകത്തു നിന്നും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഭൂമി ലോകത്തേക്ക് എത്തിച്ചേർന്ന നാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണാർത്ഥത്തിൽ ഈ ലോകത്ത് പാലിച്ച് ജീവിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതാണ് ഈദിൻ്റെ മറ്റൊരർത്ഥം. ഈദ് ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല എന്ന് ഇത് നമ്മെ ധ്വനിപ്പിക്കുന്നു. മറിച്ച് ആഘോഷം ആത്മീയതയിൽ അന്തർലീനമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണ് നാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഓരോ ആഘോഷവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ വലിയ വലിയ ഈദ്ഗാഹുകൾ പള്ളിക്ക് പുറത്താണ് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ സംഘടിപ്പിക്കപ്പെടാറുള്ളത്. അത് ഓരോന്നും ഒരു മിനി മഹ്ശറയാണ് എന്നുള്ള ബോധ്യവും ഓരോ മുസ്ലിമിനും ഉണ്ടാക്കി തീർക്കുന്നു. അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നോമ്പിലൂടെ 1 മാസക്കാലം പാലം പണിതവരാണ് നാം. അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദ് സുദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള പാലം പണിത നാം അവൻ്റെ അടിമകളിലേക്ക്, നമ്മുടെ സഹജീവികളിലേക്ക് തിരിച്ചിറങ്ങാനുള്ള ഒരു പാലവും കൂടിയാണെന്ന് നമ്മെ ഈ ഈദ് ആഘോഷം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈദ് സുദിനത്തിൽ ആദ്യമായി നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യത ഫിത്ർ സക്കാത്തായി മാറുന്നത്. അന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു വീട് പോലും പട്ടിണിയിലാകാൻ പാടില്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കർക്കശമായ നിർദ്ദേശം നൽകുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള സഹജീവികളുടെ ഭക്ഷണം ഉറപ്പുവരുത്തിയിട്ട് വേണം ആഘോഷത്തിലേക്ക് വരാനെന്ന് ഈ ഫിത്ർ സക്കാത്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരു വീടും അന്ന് പട്ടിണിയിലായിക്കൂടാ. ഒരു വീടും ആഹ്ലാദവും ആനന്ദവും നിഷേധിക്കപ്പെട്ടുകൂടാ. തൊട്ട് മുമ്പുള്ള 30 ദിവസം പട്ടിണി കിടക്കൽ ആരാധനയാണ് എങ്കിൽ ഇന്ന് ആഹാരം കഴിക്കലാണ് ആരാധന. അതുകൊണ്ട് തന്നെ
ഈദുൽ ഫിത്തറിന് പള്ളികളിലേക്കോ ഈദ്ഗാഹുകളിലേക്കോ സത്യവിശ്വാസികൾ കൂട്ടം കൂട്ടമായി പോകുമ്പോൾ അല്പമാഹാരമെങ്കിലും കഴിച്ചിട്ട് പോകണമെന്നുള്ളത് സുന്നത്തായി പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആഹ്ലാദം പുണ്യകരമാണ്, പ്രതിഫലാർഹവുമാണ്. പക്ഷേ ആഹ്ലാദവും ഈ പുണ്യകരമായ സുദിനത്തിലുള്ള സന്തോഷങ്ങളും വഴിമാറിപ്പോകരുത്. ആഭാസത്തരങ്ങളുടെയും ആഡംബരങ്ങളുടെയും പ്രവർത്തികളിലേക്കും മേഖലകളിലേക്കും സത്യവിശ്വാസികൾ ഒരു മാസത്തെ വ്രതശുദ്ധി നേടിയെടുത്തതിന് ശേഷം പോകാൻ പാടില്ല എന്ന് ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം പോകാതിരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു, ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് തക്ബീർ. പെരുന്നാൾ നിസ്കാരത്തിലൂടെ സാധാരണയ്ക്ക് വ്യത്യസ്തമായി 6 തക്ബീറുകൾ നമ്മൾ അധികരിപ്പിക്കുന്നു. ഖുതുബയിൽ 9ഉം 7ഉം 16 തക്ബീറുകൾ വർദ്ധിപ്പിക്കുന്നു. ഖുതുബയുടെ ഇടയിൽ വീണ്ടും വീണ്ടും തക്ബീറുകൾ ഇടയ്ക്കിടയ്ക്ക് മുഴക്കപ്പെടുന്നു. ഷവ്വാലിൻ്റെ പൊന്നമ്പിളി ആകാശസീമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സത്യവിശ്വാസികൾ കൂട്ടം കൂട്ടമായി വീട്ടിലും നാട്ടിലും പള്ളിയിലും അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ആവർത്തിച്ചു മുഴക്കുന്നു. എന്താണ് ഈ തക്ബീർ അർത്ഥമാക്കുന്നത്? പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആ തക്ബീറിൻ്റെ താല്പര്യം എന്താണെന്ന് തിരിച്ചറിയാതെ അല്ലാഹു അക്ബർ എന്ന് അതര വ്യായാമം നടത്തി പോകുന്നവരാണോ നാം എന്ന് ഒരു വേള നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനാണ് സർവസ്തുതിയും. അതിൻ്റെ ഇന്നർ മീനിങ് പറയാതെ പറയുന്നു നമ്മോട്, അല്ലാഹു അല്ലാത്തതെല്ലാം ചെറുതാണ്, അല്ലാഹു അല്ലാത്തതെല്ലാം നിസ്സാരമാണ്. ഭൗതികമായ കാഴ്ചപ്പാടിൽ എത്ര വലിയ ശക്തന്മാരാണെങ്കിലും അവരെല്ലാം നിസ്സാരന്മാരാണ്, ചെറുതാണ് എന്ന് ഈ തക്ബീറിൻ്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് പറയുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നത് ഞാൻ നിസ്സാരനാണെന്നാണ്, ഞാൻ ചെറിയവനാണെന്നാണ്. ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്ബീർ മുടക്കി നോക്ക്. ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ള നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന പൈശാചിക ചിന്തയുടെ ഭാഗമാകുന്ന ഈഗോ, ഞാൻ ആരോ ആണ് എന്നുള്ള ചിന്ത, അത് സ്വമേധയാ ഇല്ലാതാകും. അതിനുള്ള സുദിനമാണ് പെരുന്നാൾ സുദിനം, അതിനുള്ള ആഘോഷ സുദിനമാണ് ഈദുൽ ഫിത്തർ. അതുകൊണ്ട് തക്ബീറുകൾ മുഴക്കുമ്പോൾ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് സമുദായം തക്ബീർ മുഴക്കാൻ തയ്യാറാകണമെന്ന് കൂടി സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തക്ബീർ ചൊല്ലിയവരായിരുന്നു മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ ഈ തക്ബീർ പോരാട്ടത്തിൻ്റെ തക്ബീറാണ്. ഈ തക്ബീർ അതിജീവനത്തിൻ്റെ തക്ബീറാണ്. ഈ തക്ബീർ നിശ്ചയദാർഢ്യത്തിൻ്റെ തക്ബീറാണ്. ഈ തക്ബീറിൻ്റെ മുന്നിലാണ് സാമ്രാജ്യത്വ ശക്തികൾ മുട്ടുമടക്കിയത്. ഈ തക്ബീറിൻ്റെ മുന്നിലാണ് ലോകത്ത് കടന്നുപോയ ധിക്കാരികൾ തലകുനിച്ചത്. ഈ തക്ബീറിൻ്റെ മുന്നിലാണ് ഏകാധിപതികളും സ്വേച്ഛാധിപതികളും പരാജിതരായത്. അഗ്നിയും വെള്ളവും കാറ്റും പ്രകൃതിക്ഷോഭവും തോറ്റുപോയത് ഈ തക്ബീറിൻ്റെ മുന്നിലാണ്. ആ തക്ബീർ അന്ന് ചൊല്ലിയവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു, അവർക്ക് ശക്തിയുണ്ടായിരുന്നു,
അവർക്ക് മനക്കരുത്തുണ്ടായിരുന്നു, അവർക്ക് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു, യഖീനുണ്ടായിരുന്നു. നമ്മെപ്പോലെ അവർ വലിയ ജാനബാഹുക്കളല്ലായിരുന്നു. സഹാബത്തും ശേഷമുള്ളവരും ഈ തക്ബീർ മുഴക്കിക്കൊണ്ടാണ് അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളാകുന്ന റോമ സാമ്രാജ്യത്തെയും പേർഷ്യൻ സാമ്രാജ്യത്തെയും കിടുകിടാ വിറപ്പിച്ചത്. അവർക്ക് ആയുധങ്ങളില്ലായിരുന്നു, കവചിത വാഹനങ്ങളില്ലായിരുന്നു, ബോംബും മിസൈലുമില്ലായിരുന്നു, വലിയ ഉടയാടകളില്ലായിരുന്നു, വലിയ വലിയ ബിൽഡിങ്ങുകളും ബങ്കറുകളുമില്ലായിരുന്നു. പക്ഷേ ഒന്നുണ്ടായിരുന്നു, അല്ലാഹു അക്ബറിൻ്റെ അന്തസ്സത്ത അവരുടെ മനോമുഖരങ്ങളിൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ടവർ മെലിഞ്ഞവരായിട്ട് അവർ അതികായകന്മാരുടെ മുമ്പിൽ ഏറ്റവും വലിയ വിജയികളായി. ആളിൽ ആയുധബലമില്ലാഞ്ഞിട്ടും അവർ സാമ്രാജ്യത്വങ്ങളെ കീഴടക്കി. ആ തക്ബീർ ചൊല്ലിയ അവരുടെ പിൻഗാമികളാകുന്ന നമ്മൾ ഈ കാലഘട്ടത്തിൽ തക്ബീറിൻ്റെ അർത്ഥവും അന്തസ്സത്തെയും തിരിച്ചറിഞ്ഞ് ചൊല്ലൽ അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വർത്തമാനകാല സാഹചര്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാൽ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ കലാപം ഉണ്ടാക്കപ്പെടുകയാണ്, യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. പശ്ചിമേഷ്യ മുഴുവനും ഇന്ന് യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. സാമ്രാജ്യത്വ ശക്തികളാകുന്ന അമേരിക്കയും സയനിസ്റ്റ് ശക്തിയാകുന്ന ഇസ്രായേലും നിരപരാധികളാകുന്ന മുസ്ലിംകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് അതിക്രമിച്ച് കടന്ന് അവരുടെ നേതാക്കന്മാര്, അവിടുത്തെ ആത്മീയ പുരുഷന്മാര് അതിനിഷ്ഠൂരമായ നിലയിൽ കൊന്നുകൊണ്ടിരിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതുമെന്ന് വരുത്തി തീർക്കുന്നവർ 8, 10, 11, 12 വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ തിരഞ്ഞു പിടിച്ച് ഒറ്റ ബോംബിങ്ങിൽ ശരീരം മുഴുവനും ചിന്നിച്ചിതറിപ്പോകുന്ന രീതിയിൽ അക്രമങ്ങളുടെ മൂർത്തിമൽഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗസയെ ശവപ്പറമ്പാക്കി 20,000-ത്തിലധികം കുഞ്ഞുങ്ങളും അതിൽ കൂടുതൽ സ്ത്രീകളും അതിൻ്റെ 10 മടങ്ങ് പുരുഷന്മാരും കൊല ചെയ്യപ്പെട്ടു. 80% ആ ഭൂമി ഭൂമിയായി ശവപ്പറമ്പായി മാറി. അടുത്തത് സിറിയയിലൂടെ, ലബനാനിലൂടെ, ലിബിയയിലൂടെ, യമനിലൂടെ ഇറാനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നിരപരാധികളായ സത്യവിശ്വാസികൾ കൂട്ടം കൂട്ടമായി കൊല ചെയ്യപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടി നാം ഈദ് ആഘോഷിക്കുമ്പോൾ ഈ വസ്തുതകൾ നമ്മൾ മറന്നുകൊണ്ടുള്ള ഒരു ഈദ് ആഘോഷത്തിലേക്ക് കടക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഇടയ്ക്ക് ഉണർത്തട്ടെ. പള്ളിയുടെ അകംപള്ളിയിലിരിക്കുന്നവരും പുറംപള്ളിയിലിരിക്കുന്നവരും സഫുകൾ ഒന്ന് പരമാവധി ക്രമീകരിച്ച് അടുത്തടുത്ത് തോളോട് തോള് ചേർന്നിരിക്കും. പുറത്ത് ഒരുപാട് പേരുണ്ട്. ഒന്ന് എഴുന്നേറ്റ് സഫ് ക്ലിയറാക്കി അങ്ങ് ഇരുന്നാൽ എല്ലാം കൊണ്ടും മെച്ചപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും ഈ ഇരുത്തവും ഒക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ക്ലിയറാക്കിയിട്ടങ്ങ് ഇരുന്നോളി. സഫുകൾ ഇടയ്ക്ക് വിടാതെ പരമാവധി എല്ലാ സഫുകളും പൂർത്തീകരിച്ചങ്ങ് ഇരുന്നോളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ധാരാളം പ്രവാസികളായ സഹോദരങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മുൻ വർഷങ്ങൾക്ക് വ്യത്യസ്തമായി, വ്യതിരിക്തമായി അവർ ഈദ്ഗാഹുകളിലല്ല പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നത്. പ്രത്യേകം അവിടുത്തെ ഗവൺമെൻറ് കർശനമായ നിയമം നടപ്പിലാക്കിക്കൊണ്ട് പള്ളികളിൽ ഈ വർഷത്തെ ഈദ് നിസ്കാരവും പ്രാർത്ഥനയും ചുരുക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്താണ്? യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്
ആ നാട്ടിലെ എല്ലാവരും, സ്വദേശികളും പ്രവാസികളും, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ഏറ്റവും കുറഞ്ഞത് ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ, GCC രാഷ്ട്രത്തിൽ പ്രവാസികളായിട്ടുണ്ട്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുൻകഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഈദ് ആഘോഷത്തിൽ ആർഭാടം കാണിച്ച് അഭിരമിച്ചതുപോലെ ഈ വർഷത്തെ ഈദ് ആഘോഷത്തിൽ പാടില്ല സഹോദരങ്ങളെ. അവർ നമ്മളെക്കാൾ ഭയചകിതരായി അവിടെ വല്ലാതെ വേപതുകൊണ്ട് ഈദ് സുദിനത്തിൽ പ്രാർത്ഥനകളിൽ ആരാധനകളിൽ ഏർപ്പെടുമ്പോൾ നാം ഇവിടെ 2000-ൻ്റെയും 5000-ൻ്റെയും ഷൂവും വാങ്ങി, 1000-ൻ്റെയും 2000-ൻ്റെയും ആർഭാട ഡ്രസ്സുകളും വാങ്ങി നാം ഈദ് ആഘോഷിക്കുകയാണ് എങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതയായിരിക്കും. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, ഈ ഈദ് ആഘോഷം പരിധികളിലും പരിമിതികളിലും ഒതുക്കുക, പരിധികളും പരിമിതികളും ഉള്ളതാക്കി തീർക്കുക. ആ പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ, മുസ്ലിം ലോകത്തിൻ്റെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുകയും സമാധാന അന്തരീക്ഷം അള്ളാഹു സംജാതമാക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ഉറക്കെ പറയും. അള്ളാഹു സമാധാനമായ ഒരു അന്തരീക്ഷം ആ നാടുകളിൽ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് നീണ്ടുപോയാൽ എല്ലാം തകിടം മറിയും. ഇപ്പോൾ തന്നെ ചില വീടുകൾക്ക് കുറ്റിവെച്ച് തറക്കല്ലിട്ട് പണി തുടങ്ങി. ഗൾഫിലേക്ക് പോയവർ പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്. പല മക്കളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി പലവിധമായ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് പോയവർ എന്ത് ചെയ്യുമെന്നറിയാതെ ദുഃഖാർത്തരാണ്. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം കൊച്ചു കേരളത്തിലും അതിൻ്റെ അരുരെണ്ണങ്ങൾ, തിക്തഫലങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സമാധാനമുണ്ടാകാൻ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ആഘോഷങ്ങൾ ഉത്സവപ്പറമ്പിലെ കെട്ടുകാഴ്ചകൾ പോലെയല്ല. അനാചാരങ്ങൾ കടന്നുകൂടാൻ പാടില്ല, അധാർമികതയ്ക്ക് വഴിമാറാൻ പാടില്ല. പ്രാർത്ഥനാ നിരതരായിക്കൊണ്ട്, ആരാധനാ നിമഗ്നരായിക്കൊണ്ട് ആഘോഷമാവാം, ആഹ്ലാദമാകാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മകളെയും മരുമകനെയും കാണാൻ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഭാര്യയും ഒരു ഈദ് സുദിനത്തിൽ തങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളെയും മരുമകനെയും കാണാൻ പോകുന്നൊരു രംഗം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതപ്പ് മൂടി വിശ്രമിക്കുകയാണ് ഒരു ഈദ് സുദിനത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകുന്നത് പെൺകുട്ടികൾ കൈകൊട്ടിക്കൊണ്ട് ബുഗാസി യുദ്ധത്തിലെ വീരേതിഹാസങ്ങൾ വർണ്ണിക്കുന്ന അറബി കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് കൈകൊട്ടി കൈമുട്ടി പാടി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ആഹ്ലാദം പകരുകയാണ്. പുറത്തുനിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കൊട്ടും പാട്ടും കൈകൊട്ടും ആണ് കേൾക്കുന്നത്. സ്വതവേ പരലോക ചിന്തയിൽ എപ്പോഴും സൂഫി വര്യനായ കഴിഞ്ഞുകൂടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ കയറിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോളെ വിളിച്ചുകൊണ്ട് ശ്വാസന രൂപത്തിൽ ചോദിച്ചു, അമസാമീർ ശൈത്വാൻ ഫീ ബൈത്തി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ വീട്ടിലാണോ പിശാചിൻ്റെ വീണവായന? അബൂബക്കറിൻ്റെ ഈ ശാസനം കേട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേൽക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ദഅയാ അബൂബക്കറിൻ, അബൂബക്കറെ മകൾ ആയിഷയെ വിട്ടേക്ക്, ആ പെൺകുട്ടികളെ വിട്ടേക്ക്. ഇന്നലി ഖൗമിൻ ഈദാ വഹാദാ ഈദുനാ, എല്ലാ ജനങ്ങൾക്കും ആഘോഷമുണ്ട്, അതിൽ ആഹ്ലാദവും സന്തോഷവുമുണ്ട്. ഇത് അതിര് കടന്നതല്ല, അതുകൊണ്ട് അവർ ആഘോഷിക്കട്ടെ, അവരെ വിട്ടേക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ഗാനമേളയ്ക്ക് തെളിവായി എടുക്കരുത്. മറ്റ്
അനാചാരങ്ങളും അനാശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന പല ഭൗതികമായ മേളങ്ങൾക്കും തെളിവായി എടുക്കരുത്. അതിലുപരിയായി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും ആർഭാടമില്ലാതെ ആഭാസത്തരമില്ലാതെ ആഹ്ലാദിക്കാനും ആനന്ദിക്കുവാനും ഒത്തുചേരലുകളും കൂടിച്ചേരലുകളും ആകാം. അതിനുള്ളതാകണം. ഇല്ല എങ്കിൽ അതില്ലാതെ വരുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും സിനിമാ തിയേറ്ററുകളിലേക്കും അമ്യൂസ്മെൻ്റ് പാർക്കുകളിലേക്കും ഈ സമുദായം പോകും. അതിന് തടയിടാൻ പ്രാദേശികമായി ഇതുപോലെയുള്ള കലാകായിക വിനോദങ്ങൾ നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ ആഘോഷങ്ങൾക്കും വലിയ മാനവികതയുണ്ട്, മത സാഹോദര്യമുണ്ട്, മനുഷ്യ സൗഹാർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള സഹോദര മതസ്ഥരുമായി പരമാവധി നമ്മൾ ഇടുകിച്ചേരാനും ഇടയടുപ്പമുണ്ടാക്കാനും മനസ്സുകൾ അടുക്കാനും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കൈമാറാനും അവരെയും കൂടി ക്ഷണിച്ച് ഭക്ഷണം കൊടുത്ത് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്വവും സംസ്കാരങ്ങളും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനും കൂടി ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ എല്ലാം നന്നാക്കി തീർക്കാൻ എല്ലാവരും ശ്രമിക്കണം. കുടുംബ ബന്ധം തകർത്തുകൊണ്ടുള്ള ഒരു ആഘോഷം ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ പ്രയാസമനുഭവിക്കുന്നവരെ, രോഗികളെ സന്ദർശിക്കാൻ ഈ നമസ്കാരത്തിന് ശേഷമുള്ള പിരിഞ്ഞു പോകലിൻ്റെ സമയം ഉപയോഗപ്പെടുത്തണം. ഒരു വഴിയിലൂടെ ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്ന പ്രവാചകൻ മറുവഴിയിലൂടെയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്താണത് അർത്ഥമാക്കുന്നത്? പരമാവധി സഹജീവികളെ, മറ്റു മനുഷ്യരെ കാണുക, അവർക്ക് ഈദ് ആശംസകൾ കൈമാറുക, അവരുമായിട്ട് പരമാവധി സഹകരിക്കുക. ഇതാണ് ആ സന്ദേശം, അതാണ് അത് അനർത്ഥമാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആഘോഷ സുദിനങ്ങളിൽ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം പറയാനുണ്ട്. സമയപരിധി എല്ലാവർക്കും അറിയുമല്ലോ. 8:30 നമ്മൾ നിസ്കാരം തുടങ്ങുമെന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 8:30 തന്നെ തുടങ്ങണം. ഇനി ബഹുമാന്യനായ നമ്മുടെ പ്രസിഡൻറ്റിന് നിങ്ങൾക്ക് ഈദ് ആശംസ പ്രസിഡൻ്റ് എന്ന നിലയിൽ കൈമാറേണ്ടതുണ്ട്. അതിനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഞാൻ നൽകിക്കൊണ്ട് എൻ്റെ ഈ ചെറുപ്രസംഗം, ഈദ് സന്ദേശം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1 മാസം നീണ്ടുനിന്ന ഈ വ്രതവിശുദ്ധിയിലൂടെ നാം നേടിയെടുത്ത ആത്മീയമായ മാനം കാത്തുസൂക്ഷിക്കാനും തുടർന്നുള്ള ജീവിതത്തിൽ കൃത്യമായി നാം ജമാഅത്ത് നിസ്കരിച്ചതുപോലെ ജമാഅത്ത് ഫർള് നിസ്കാരത്തിന് മുമ്പും പിമ്പുമുള്ള സുന്നത്തുകൾ നാം കൃത്യമായി നിസ്കരിച്ചതുപോലെ, നാം കൂടുതൽ ഉദാരമതികളായി സാധുക്കളെ സഹായിച്ചതുപോലെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചതുപോലെ, കണ്ണിനെ നിയന്ത്രിച്ചതുപോലെ, വരുന്ന 11 മാസം നാം ഓരോരുത്തരും നേടിയെടുത്ത ഈ പരിശീലന കോഴ്സ് പൂർണ്ണാർത്ഥത്തിൽ തുടർന്നുള്ള ജീവിതത്തിൽ അനർത്ഥമാക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ടും വസിയത്ത് ചെയ്തുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈദ് സുദിനത്തിലുള്ള എല്ലാ നന്മകളും ഉൾക്കൊള്ളുകയും അതിൽ ഭാഗവാക്കാവുകയും ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതൊക്കെ തിന്മകളുണ്ടോ അതിൽ നിന്നും അകലം പാലിക്കുന്ന സൂക്ഷ്മജ്ഞാനികളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.